ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. വിഷുവിന് ഇവിടെ ഒരാളെ കണി കാണാൻ വേണ്ടി വിളിച്ചെണിപ്പിക്കുന്നതാണ് കേട്ടോ. മോർണിംഗ് വന്ന് വിളിക്കുമ്പോൾ ആള് കരയോ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് വിളിച്ചതും ആള് കൂളായിട്ട് എണീറ്റ് വന്ന് കണിയൊക്കെ കണ്ടു. എന്നെയും ഏട്ടനെ അമ്മ നേരത്തെ വന്ന് വിളിച്ച് കണിയെല്ലാം കാണിച്ചു. ഞങ്ങൾ എണീറ്റ് കണിയെല്ലാം കണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ പൂജ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നീരിനെ പോയി വിളിച്ചത്. നേരുവാണെങ്കിൽ ഇന്ന് വളരെ നല്ല കുട്ടിയായിട്ട് തൊഴുത്ത് കണിയെല്ലാം കണ്ടു. പിന്നെ ഇത്തവണ നേരുവിന് ഫസ്റ്റ് വിഷു കൈ നീട്ടം കൊടുത്തത് അച്ഛനായിരുന്നു കേട്ടോ. നേരുവിന് മാത്രമല്ല, എനിക്കും ഏട്ടനും എല്ലാവർക്കും ഫസ്റ്റ് വിഷു കൈ നീട്ടം തന്നത് അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനാണെങ്കിൽ ലാസ്റ്റ് നേരുവിനെ കൊണ്ടും കൈനീട്ടം മേടിച്ചു. കൂടാതെ അമ്മയുടെയും അവരുടെ പപ്പയുടെയും കൂടെ കിട്ടിയിട്ടോ കൈനീട്ടം. കൈനീട്ടം എല്ലാം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊടിച്ചു. ഇതൊരു 60 ഷോട്ട്സിന്റെ പടക്ക സെറ്റ് ആയിരുന്നു കേട്ടോ. ഇത് കത്തിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. നേരത്തെ എണീറ്റ് പടക്കം എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞതും പിന്നെ നേരെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. എല്ലാ ഇയറും വിഷുവിന് നമ്മൾ മോർണിംഗ് അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം നമ്മളത് തെറ്റിച്ചില്ല. മോർണിംഗ് പോകുന്ന ടൈമിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് പോയത്. പോയി നോക്കുമ്പോൾ അമ്പലത്തിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിഷുക്കണിയെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശ്രീകോവിലത്തേക്ക് പോകുന്ന രണ്ട് സൈഡ് ഫുള്ളായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറി പോകുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ നട അടിച്ചിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് നട തുറന്നത്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കും വന്നു. ബട്ട് എങ്ങനെയാണെങ്കിലും നന്നായിട്ട് കണ്ടു തൊഴാൻ പറ്റിട്ടോ. പിന്നെ ഇത്തവണ നമുക്ക് അമ്പലത്തിൽ നിന്ന് വിഷു കൈ നീട്ടവും കിട്ടി. അതും കൂടെ കിട്ടിയപ്പോൾ ശരിക്കും ഒത്തിരി ഹാപ്പിയായി. നേരിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. പിന്നെ വീട്ടിൽ വന്നതും അമ്മ നല്ല വിഷുക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില സൈഡിലൊക്കെ വിഷു സദ്യയാണ് ഉണ്ടാക്കാറ്, എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ വിഷു കഞ്ഞിയാണ് വെക്കാറ്. പിന്നെ ഒരു ഉപ്പേരിയും ഏട്ടൻ എവിടെന്നോ കൊണ്ടുവന്ന ഒരു പ്ലാവില കുമ്പിളും കൂടെ ആയപ്പോൾ വിഷുക്കഞ്ഞി കംപ്ലീറ്റ്. പിന്നെ നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ പ്ലാവില കുമ്പിളിൽ കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിഷു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.